Hello everyone, welcome to my channel. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാർക്കോണിക്കോഫ് റൂൾ ആണ്. So what is Markovnikov's rule? When an unsymmetrical reagent like hydrogen bromide add to an unsymmetrical alkyne, the hydrogen atom goes to the carbon that already has more hydrogen and the halogen goes to the carbon with fewer hydrogens. അതായത് നമ്മൾ എന്താണ് മാർക്കോണിക്കോഫ് റൂളിൽ പറയുന്നത്? ഒരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് എന്ന് പറയുന്നത് ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് എവിടെയാണോ ഏത് കാർബണിലാണോ കൂടുതലായിട്ട് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളത് അങ്ങോട്ടായിരിക്കും ഹൈഡ്രജൻ്റെ അഡീഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഹാലജൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് ഏത് കാർബണിലാണോ ഫ്യൂവർ ആയിട്ടുള്ള നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളത് അവിടെയായിരിക്കും ഹാലജനിൻ്റെ അഡീഷൻ നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനായിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഒരു സിമിട്രിക് ആൽക്കീൻ ആൻഡ് എന്താണ് ഒരു അൺസിമെട്രിക് ആൽക്കീൻ എന്നാണ് അറിയേണ്ടത്. അതായത് ഈ ഒരു ഫസ്റ്റ് നമ്മൾ ഒരു ആൽക്കീൻ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആണല്ലേ. സോ ഡബിൾ ബോണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സെയിം ആയിട്ടുള്ള സ്ട്രക്ചറാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും CH3CH ആയിരിക്കും കാണാൻ പറ്റുന്ന സ്ട്രക്ചർ. സോ അതെന്താണ്? അത് ഒരു സിമിട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനാണ്. അതേസമയം ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഡബിൾ ബോണ്ടിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ CH2 ആയിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? CH3CH ആണ്. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ആയിട്ടല്ല ഇരിക്കുന്നത്, ഡിഫറൻസ് ഉണ്ടല്ലേ. സോ ഇതിനെയാണ് നമ്മൾ അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറയുന്നത്. സോ ഇതാണ് സിമെട്രിക്കൽ ആൽക്കീനും അൺസിമെട്രിക്കൽ ആൽക്കീനും. സോ നമ്മൾ എന്താണ് അൺസിമെട്രിക്കൽ ആൽക്കീനിൽ ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് അഡീഷൻ നടക്കുന്നതെന്നാണ് നമ്മളിവിടെ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു റിയാക്ഷൻ ഒന്ന് നോക്കാം. ഇവിടെ ഞാനൊരു പ്രൊപ്പീൻ മോളിക്യൂളാണ് എടുത്തിട്ടുള്ളത്. പ്രൊപ്പീനും അതുപോലെ തന്നെ ഹൈഡ്രജൻ ബ്രോമൈഡിൻ്റെ റിയാക്ഷനുമാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ റിയാക്ഷൻ അഡീഷൻ പോസിബിൾ ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് നമുക്ക് അഡീഷൻ നടക്കുന്നത്. എങ്ങനെയാണെന്ന് പറയാം. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഈ കാണുന്ന സെൻറ്ററിലിരിക്കുന്ന കാർബണിലോട്ടാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ വരും? CH3 CH2 ആൻഡ് ഡബിൾ ബോണ്ട് മാറി CH2 എന്ത് വരും? Br ബ്രോമിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാർബണിലോട്ടാണ് അഡീഷൻ ചെയ്യുന്നത്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർബണിൽ അഡീഷൻ ചെയ്തു. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഒരെണ്ണം കൂടെ നമുക്ക് പറയാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാർബണിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ബ്രോമിൻ എന്ന് പറയുന്നത് ഈ കാണുന്ന കാർബണിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? CH3 CH Br CH3 ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നതല്ലേ. സോ നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രണ്ട് രീതിയിലും റിയാക്ഷൻ പോസിബിൾ ആണ്. പക്ഷേ നമ്മുടെ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് എന്താണ് പറയുന്നത്? ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലോട്ട് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജൻ്റ് ലൈക്ക് ഹൈഡ്രജൻ ബ്രോമൈഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈഡ്രജൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? എവിടെയാണോ ഏത് കാർബണിലാണോ മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ പ്രസൻ്റ് ആയിട്ടുള്ളത് അങ്ങോട്ടായിരിക്കും ഹൈഡ്രജൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത്. സോ നമ്മുടെ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ എങ്ങോട്ടായിരിക്കും ഹൈഡ്രജൻ എന്ന് പറയുന്നത് വരുന്നത്? ഈ ഒരു പൊസിഷനിലോട്ടായിരിക്കും. അതായത് നമ്മുടെ ഈ കാണുന്ന ഫസ്റ്റ് കാർബണിലായിരിക്കും ഹൈഡ്രജൻ എന്ന് പറയുന്ന അറ്റാച്ച് ആവുന്നത്. അതുപോലെ തന്നെ ബ്രോമിൻ എന്ന് പറയുന്നത് എവിടെയാണോ കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ അങ്ങോട്ടായിരിക്കും ബ്രോമിൻ പോകുന്നത്. സോ അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ നമ്മുടെ റിയാക്ഷൻ റിസൾട്ട് എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന 2 ബ്രോമോ പ്രൊപ്പേൻ ഇതായിരിക്കും നമ്മുടെ എന്താണ് മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെക്കാനിസം എന്താണെന്ന് നോക്കാം. സോ മെക്കാനിസം എന്ന് പറയുന്നത് നമുക്ക് 3 സ്റ്റെപ്സ് ആയിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ ബ്രോമൈഡ് നമ്മുടെ ഏതാണ് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻ്റ് ആണ്. ഹൈഡ്രജൻ ബ്രോമൈഡ് എടുത്തിരിക്കുകയാണ്.
ഹൈഡ്രജൻ ബ്രോമൈഡ് എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഫോം ചെയ്യും? ഹൈഡ്രജനും H+ഉം അതുപോലെ തന്നെ Br- ഫോം ചെയ്തു. ദിസ് ഈസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കെയിൻ ആണ് എടുത്തത്. ഏതാണ്? നമ്മൾ പ്രൊപ്പെയിൻ ആണ് എടുത്തതല്ലേ? പ്രൊപ്പീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് കാർബോ കാറ്റയോൺസ് ഫോം ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഇരിക്കുന്ന പൈ ബോണ്ട് എന്ന് പറയുന്നത് ഈ കാർബണിലോട്ടാണ് പോകുന്നതെങ്കിൽ, സോ ഈ ഇരിക്കുന്ന പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ കാർബണിലോട്ടാണ് ഷിഫ്റ്റ് ആവുന്നതെങ്കിൽ കാർബണിന് ഒരു നെഗറ്റീവ്, ഈ കാർബണിന് നമ്മുടെ നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ചാർജും ആയിരിക്കും കിട്ടുന്നത്. സോ ഈ ഇരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാർബണിലോട്ടായിരിക്കും നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നതല്ലേ. സോ ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് കാർബോ കാറ്റയോൺ, ഒരു സെക്കൻഡറി കാർബോ കാറ്റയോൺ ആയിരിക്കും കിട്ടുന്നത്. സെക്കൻഡറി കാർബോ കാറ്റയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? അതായത് കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് മറ്റ് രണ്ട് കാർബൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ സെക്കൻഡറി കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ സെക്കൻഡറി കാർബോ കാറ്റയോൺ. ആൻഡ് ഇനിയൊരു രീതിയിലും കൂടെ പോസിബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് നമ്മുടെ പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാർബണിലോട്ടാണ് ഷിഫ്റ്റ് ആവുന്നതെങ്കിൽ ഈ ഒരു കാർബണിന് നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന കാർബണിന് പോസിറ്റീവ് ചാർജും ആയിരിക്കും കിട്ടുന്നത്. സോ യൂഷ്വലി നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് H+ എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജഡ് ആയിട്ടുള്ള കാർബണിലോട്ടായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ എന്താണ്? ഒരു പ്രൈമറി കാർബോ കാറ്റയോൺ ആയിരിക്കും കിട്ടുന്നത്. സോ കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും പോസിറ്റീവ് ചാർജുള്ള കാർബൺ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഒരേ ഒരു കാർബണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് പ്രൈമറി കാർബൺ ആണ്. സോ പ്രൈമറി എന്ന് പറയുന്നത് കാർബോ കാറ്റയോൺ വിത്ത് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ഓൺലി വൺ കാർബണിനെയാണ് നമ്മൾ പ്രൈമറി കാർബോ കാറ്റയോൺ എന്നും, ഇനി കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ടു കാർബൺസിനെ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? സെക്കൻഡറി കാർബോ കാറ്റയോൺ എന്ന് പറയും. ഇനി മൂന്നാമതെന്ന് പറയുന്നത് അഡീഷനാണ്. അഡീഷൻ എന്ന് പറയുന്നത് ഈ കാർബോ കാറ്റയോണിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു ബ്രോമിൻ വന്ന് അഡീഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. ഇനി എങ്ങനെയാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്? ഡിപ്പെൻസ് അപ്പോൺ ദി കാർബോ കാറ്റയോൺ ഫോർമാറ്റ്. അതായത് നമ്മൾ സ്റ്റെബിലിറ്റി, കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ആയിരിക്കും പ്രൈമറി കാർബോ കാറ്റയോണിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സെക്കൻഡറി ആയിട്ടുള്ള കാർബോ കാറ്റയോണിലായിരിക്കും ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, Br- വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു 2 ബ്രോമോ പ്രൊപ്പെയിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 2 ബ്രോമോ പ്രൊപ്പെയിൻ നമുക്ക് കിട്ടുന്ന അഡീഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു സ്ട്രക്ചറിൽ എങ്ങോട്ടാണ് നമ്മുടെ കാർബൺ പോയിരിക്കുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏത് കാർബണിനാണോ ഏത് കാർബണിനാണോ കൂടുതൽ ഹൈഡ്രജൻ ഉള്ളത് അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബ്രോമിൻ എന്ന് പറയുന്നത് ഏത് കാർബണിനാണോ ലെസർ ആയിട്ടുള്ള ഹൈഡ്രജൻ ഉള്ളത് അവിടെ തന്നെയാണ് നമ്മുടെ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് 2 ബ്രോമോ പ്രൊപ്പീൻ എന്ന് പറയുന്ന ഫൈനൽ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. And thank you for watching.